എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്ന അറിയാമോ? ഇവിടെ നിന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരി ഒരു ഏരിയ മുഴുവനും കാണാമെന്ന് തോന്നും. പണ്ടൊക്കെ ഞാൻ എല്ലാ ശനിയും ഞാനും ഇവിടെ വരുമായിരുന്നു. എവിടെയാണെന്നല്ലേ, ഇപ്പം ഞാൻ പൊള്ളാച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഞങ്ങളുടെ ചേട്ടൻ്റെ വീട് ഇവിടെയാണ്. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാ ആഴ്ചയും വരുമായിരുന്നു. അത് ലീവ് ഇട്ട ഉടനെ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള വരവേ ഉള്ളൂ. നമുക്ക് ജോലിയും കാര്യങ്ങളും പിന്നെ പിള്ളേരുടെ പഠിപ്പും പിന്നെ എൻ്റെ ആൾ പോയി എല്ലാം കൊണ്ടും പിന്നെ എന്നാലും വരൂ. ഞാനിപ്പോൾ നാട്ടിൽ വരുമ്പോൾ എല്ലാം മിക്കവാറും വന്ന് എല്ലാവരും കണ്ടിട്ടേ പോകത്തുള്ളൂ, അങ്ങനെ കാണാതെ പോകത്തില്ല. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു 2-3 ദിവസം ഇവിടെ താമസിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ശരി സറൗണ്ടിങ്സ് അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ, കാരണം എല്ലാം മാറിപ്പോൾ. അന്നൊന്നും ഈ സ്ഥലങ്ങൾ ചേട്ടനൊക്കെ താമസിക്കുന്നിടത്ത് അധികം വീടുകളൊന്നും ഇല്ലായിരുന്നു, പേടിയായിരുന്നു. കുറച്ച് വീടേ ഉള്ളായിരുന്നു. ഇപ്പോൾ പക്ഷേങ്കിൽ കുറേ വീടുകളായി. പിന്നെ കുറേ സ്ഥലം അപ്പുറം എല്ലാം റെയിൽവേ ഗേറ്റ് ഉണ്ട്. പിന്നെ തെങ്ങുംതോപ്പാണ് ഇവിടെ മുഴുവനും കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ മുഴുവനും കാണിക്കുകയും മേളിൽ നിന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ കുറേ വിശേഷങ്ങൾ ദിവസവും ഞാൻ കുറച്ചായിട്ട് ഇടാം. ഞാനിപ്പോൾ എവിടെയൊക്കെ പോകുന്ന അവിടുത്തെ വിശേഷങ്ങൾ എനിക്ക് പുതുതായിട്ട് നല്ല നമുക്ക് എൻ്റെ ഫോളോവേഴ്സിന് ഇതൊന്ന് കാണിക്കണം, അല്ലെങ്കിൽ അത് പുതുമയാണെന്ന് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യമാണെന്ന് തോന്നുന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അങ്ങനെ വ്യത്യസ്തമായതേ കാണിക്കുന്നുള്ളൂ. അല്ലാതെ പിന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതും കേട്ടതുമായിട്ട്, അല്ലാതെ ചുമ്മാ ആരെങ്കിലും പറയുന്ന വെച്ച് ഞാൻ ഒരു കാര്യം ഇടത്തില്ല. ഇപ്പം ഞാൻ വന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ കണ്ടു. ശരി, പെട്ടെന്ന് എനിക്ക് മേളിൽ കയറുന്നപ്പോൾ ചുറ്റിലും നോക്കിയപ്പോൾ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം, നല്ല കാറ്റും നല്ല എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ്. ഞങ്ങളിവിടെ വീടൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അതൊക്കെ വിട്ടുപോയി വേണ്ടാന്ന് തീരുമാനിച്ച കാര്യം. നമ്മൾ കോയമ്പത്തൂർ നിന്ന് ഇങ്ങോട്ടൊന്നും താമസിക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ വെറുതെ വാങ്ങിച്ചിടുന്നതെന്നൊക്കെ അന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ അതങ്ങ് വിട്ടുപോയി. ടെറസിൻ്റെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത്. ഒന്ന് കാണിക്കാം. ഫുള്ള് തെങ്ങുംതോപ്പാട്ടെ. ഇവിടെയൊക്കെ തേങ്ങയ്ക്ക് നല്ല വിലക്കുറവാണ്. ഞങ്ങൾ അന്നൊക്കെ വരുമ്പോൾ എല്ലാ ആഴ്ചയും വരുമെന്ന് പറഞ്ഞില്ലേ, പോകുമ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടുത്തെ പാക്ക് ചെയ്ത് തരുമായിരുന്നു. ഇപ്പോഴും അതെ കേട്ടോ. അപ്പോൾ നമുക്ക് വരുമ്പോൾ എല്ലാ സാധനങ്ങളും തരും. ഇപ്പോൾ പിന്നെ ഞാനിവിടെ ഇല്ല, നമ്മൾ അവിടെ നിന്ന് വന്ന് ഒരു ദിവസത്തിന് ചുമ്മാ ജസ്റ്റ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അധികമൊന്നും അങ്ങനെ എടുക്കാമല്ലോ. പക്ഷേ ആര് വന്നാലും കൊണ്ടുപോകും സാധനങ്ങളൊക്കെ. പച്ചക്കറികളാണെങ്കിലും ഇവിടെ ഉള്ളതൊക്കെ തരും. പിന്നെ ഇവിടെ അടുത്തൊക്കെ നമുക്ക് അന്നൊക്കെ എല്ലാം ചുമ്മാ തരുമായിരുന്നു, അടുത്തുള്ള വീടുകളൊക്കെ. പിന്നെ തേങ്ങ ഉണ്ടായിരുന്നു ഇവിടെ നേരത്തെ ഇഷ്ടം പോലെ. ഇപ്പോൾ പക്ഷേ വീട് കെട്ടിയപ്പം തെങ്ങ് 2-3 വെട്ടിക്കളഞ്ഞു. അങ്ങോട്ട് തേങ്ങയുടെ ഇതില്ല. പക്ഷേ എന്നാലും ഈ തെങ്ങും തോപ്പൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടേ ഇഷ്ടം പോലെ തേങ്ങ വിലക്കുറവിൽ കിട്ടും. ഇപ്പോഴും അന്നും ഭയങ്കര വിലക്കുറവ് ഇവിടെ സാധനങ്ങൾക്ക്. നമ്മൾ വിചാരിക്കും കോയമ്പത്തൂരെ പോലെ ഒന്നും അല്ല. കോയമ്പത്തൂരിൽ ഇപ്പം നല്ല വിലയാണ്. നേരത്തെയൊക്കെ കുറച്ച് വിലക്കുറവുണ്ടായിരുന്നു, ഇപ്പം നല്ല വില എല്ലാ സാധനത്തിനും. പിന്നെ ഇപ്പം പൊള്ളാച്ചിലാണ് അതിനേക്കാൾ വിലക്കുറവാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാം കേട്ടോ. കണ്ട തെങ്ങുംതോപ്പ് അത് അങ്ങനെ നോക്കിയാൽ ഈ എൻ്റെ ബാക്കിൽ കാണുന്ന വീടിൻ്റെ അപ്പുറം സ്കൂളാണ്. 5ാം ക്ലാസ് വരെ സ്കൂൾ. അന്നൊന്നും സ്കൂളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആ സ്കൂളിൻ്റെ പുറകിലത്തെ അടുത്ത് വരുന്നത് റെയിൽവേ ഗേറ്റാണ്. ഞങ്ങളിത് ഇങ്ങനെ റെയിൽവേ ക്രോസ് ചെയ്ത് ഇവിടെ അടുത്തൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുമായിരുന്നു. ബസ്സോട്ട് പോകുന്നിടത്ത് ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കുറേ ബ്ലോക്ക് ചെയ്തെന്ന് പറയുന്നത് കേട്ടു. നീ ഇങ്ങനെ നോക്കിയോ, മുഴുവൻ തെങ്ങുംതോപ്പാണ് കേട്ടോ. നല്ല രസമായിട്ട് ഇവിടെ. പക്ഷേ ഇച്ചിരി തണുപ്പ് കൂടില്ല. കോയമ്പത്തൂരിലെക്കാട്ടിലൊക്കെ നല്ല തണുപ്പുണ്ട് ഇവിടെ. പക്ഷേ നല്ല രസമാണ് കേട്ടോ. മേളിൽ കയറി നിൽക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ തെങ്ങുംതോപ്പ് ചുറ്റിലിങ്ങനെ കാണുമ്പോൾ കണ്ടാ എന്ത് ഭംഗിയുണ്ടെന്നോട്ടെ. നമ്മുടെ ഒരിടത്തിലും കുറേ തെങ്ങുണ്ട്, ഒരു 5-8 തെങ്ങുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞു. ഇഷ്ടംപോലെ തെങ്ങുണ്ടായിരുന്നാണ്. സറൗണ്ടിങ് മുഴുവനും കാണിക്കാം ഞാൻ. എൻ്റെ പുറകുവശം കണ്ട തെങ്ങുംതോപ്പാണ്. ആ പുറകിൽ കാണുന്നത് മുഴുവനും കേട്ടോ. ദൂരെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് തെങ്ങുംതോപ്പ്? ഞാനിങ്ങനെ ഫുള്ളാக കാണിക്കാം. ഈ നിൽക്കുന്നതല്ല ഞങ്ങളുടെ പറമ്പിൽ നിൽക്കുന്നതാണ്, ചേട്ടൻ്റെ സ്ഥലത്ത് നിൽക്കുന്ന തെങ്ങുംതോപ്പ് കേട്ടോ. ഉണ്ടോ ഈ പുറമോട്ട് ഈ വീട് കഴിഞ്ഞ് കാണുന്ന മുഴുവൻ തെങ്ങുംതോപ്പാണ്. ഉണ്ടോ ഇങ്ങനെ കാണുന്നുണ്ടോ? നല്ല ഞാനിപ്പോൾ മേളിലാണ് നിൽക്കുന്നത്. താഴെ കണ്ട മുരിങ്ങ നിൽപ്പുണ്ട്, കപ്പ, വയലറ്റ് കളറ്, അമര, പച്ചക്കളർ അമര, പിന്നെ പേര, മുരിങ്ങ ഇഷ്ടം പോലെ ഉണ്ടാകും. ഞങ്ങൾ നേരത്തെ വരുമ്പോൾ എപ്പോൾ വന്നാലും മുരിങ്ങയില എല്ലാം പറിച്ചുകൊണ്ട് പോയി. ഇപ്പുറത്ത് നിൽക്കുന്നുണ്ടോ? പിന്നെ ഇവിടെ വാഴയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കപ്പയുണ്ട് ഇഷ്ടം പോലെ, ഓമ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഉള്ള സ്ഥലത്ത് നല്ല 15 സെൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പണ്ട് വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു 35 വർഷമായി കേട്ടോ വാങ്ങിച്ചിട്ട്. അതിന് കുറച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വീട് കെട്ടുകയും ചെയ്തു. അന്നൊക്കെ ഞങ്ങളോട് ഇവിടെ വാങ്ങിക്കാൻ പറഞ്ഞു. ഞങ്ങളൊന്നും അന്ന് അത്ര താല്പര്യം കാണിച്ചില്ല. പക്ഷേ ഇന്നൊക്കെ ഭയങ്കര വിലയാണ് അവിടെ കേട്ടോ. ഞങ്ങൾ പണ്ടൊന്നും വരുമ്പോൾ അതില്ലായിരുന്നു. പിന്നെ വരുമ്പോൾ ഒന്നും നമ്മൾ ഈ ടെറസിലോട്ട് കയറുന്നില്ലല്ലോ. അത് നിൽക്കുന്നത് കണ്ട നമ്മുടെ അരിനെല്ലിക്ക ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് പറിച്ച് അച്ചാറിടണമെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ. നല്ല പ്രകൃതി രമണീയമായ കാലാവസ്ഥയും നല്ല കാറ്റും എല്ലാം കൊണ്ട് ഞാനിങ്ങനെ മേളിൽ നടക്കാൻ കയറുക കേട്ടോ. ഇവിടെ എല്ലാം നമുക്ക് തെങ്ങുംതോപ്പ. പുറമോട്ട് ഈ വീട് കഴിഞ്ഞ് കാണുന്ന മുഴുവൻ തെങ്ങുംതോപ്പ. നിങ്ങൾക്ക് അത്ര ദൂരത്ത് നിന്ന് കാണുമ്പോൾ ശരിക്കും അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഇതുണ്ടോ തെങ്ങുംതോപ്പ് ഉണ്ടോ? നല്ല അടിപൊളി തെങ്ങുംതോപ്പാണ്. എത്ര ഏക്കറാണെന്നറിയാമോ? ഭയങ്കര ഇതായിട്ടുള്ള സ്ഥലമാണ് ഇത് കേട്ടോ. ബസ്സൊക്കെ ഉണ്ട് ഇതിൽ. നല്ല പണ്ട് മുതലേ ഉണ്ട്. ഞാൻ അത് ഇപ്പോഴും എൻ്റെ മോൾ ഇന്നലെ വിളിച്ചപ്പം എന്നോട് ചോദിക്കാം, മമ്മി പണ്ടത്തെ 49 ബസ് ഇവിടെ ഉണ്ടോ? ഞാൻ പിന്നെ ഇപ്പോഴും അതുണ്ട് ആ ബസ് തന്നെ. ഇവിടെ കുറേ ബസ്സുണ്ട് ഇതിൽ. ഇപ്പോൾ ഭയങ്കര ഡെവലപ്പായി. അന്നൊന്നും അധികം വീടുകളില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇഷ്ടം പോലെ തൊട്ട് വീട് അത് കണ്ടാലേ മനസ്സിലാകുന്നുണ്ടല്ലേ. അങ്ങനെ പൊള്ളാച്ചിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമുക്കുള്ളത്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും പുതിയ വിശേഷമായിട്ട് വരാം കേട്ടോ.